ഇത്തവണ ഹീജു കോൾ ചെയ്യുമ്പോഴത്തേക്കും ഞാൻ ഹീജുവിനെ ഉപേക്ഷിച്ചു പോകണമെന്നൊക്കെയാണല്ലോ നീ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാൻ അങ്ങനെ അവളെ ഉപേക്ഷിച്ചു പോകുകയാണെങ്കിൽ അതുകൊണ്ട് നിനക്ക് എന്ത് നേട്ടമായിരിക്കും ഉണ്ടാവുക എന്നൊക്കെയാണ് സയോണും ഹീജുവിന്റെ അടുത്തൊക്കെ ചോദിക്കുന്നത്. നീ അല്ലെങ്കിൽ തന്നെ അവളെ സ്നേഹിക്കുന്നൊന്നുമില്ലല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് അവളെ ഉപേക്ഷിക്കുവാനായിട്ട് ഇത്രയ്ക്ക് ബുദ്ധിമുട്ട്? അവളെ അങ്ങ് ഉപേക്ഷിച്ച് കളഞ്ഞൊക്കെ എന്നൊക്കെ ആയിരുന്നു ഹീജുവും തിരിച്ചു മറുപടിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ഹീജുവിനെ ഉപേക്ഷിക്കുന്നത് വഴി നിനക്ക് എന്തോ ഒരു നേട്ടമൊക്കെ ലഭിക്കുന്നതായിരിക്കും. സോ ഹീജുവുമായിട്ടുള്ള നിന്റെ റിലേഷൻഷിപ്പ് എന്താണ്? നീ ആകട്ടെ ഹീജുവിനെ കിഡ്നാപ്പ് ചെയ്യുവാനും അവളെ ഉപദ്രവിക്കാനും അതുപോലെ തന്നെ ബോംബൊക്കെ പൊട്ടിക്കുവാനായിട്ട് പോലും ശ്രമിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നല്ലോ. അങ്ങനെയുള്ള നിന്റെ അടുത്തേക്ക് ഞാൻ ഒരിക്കലും ഹീജുവിനെ പറഞ്ഞയക്കുന്നതായിരിക്കില്ല. അവളെ ഒരിക്കലും ഞാൻ ഡിവോഴ്സും ചെയ്യിക്കുകയില്ല. ഇപ്പോൾ ആകട്ടെ ഹീജുവും എനിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കോള് ഞാൻ കട്ടാക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് സയോണും പോകുന്നു. ഇത്രയും നാളും സയോൺ പെരുമാറിയതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊക്കെ ഇപ്പോൾ സംസാരിക്കുന്നതൊക്കെ കാണുന്ന ഹീജുവും ആകെ ഞെട്ടിപ്പോവുകയാണ്. ഹീജു പറഞ്ഞത് പ്രകാരം ബിയറും ഐസ്ക്രീമും ഒക്കെ മേടിച്ചുകൊണ്ടായിരുന്നു സയോണും വീട്ടിലേക്ക് മടങ്ങിയെത്തിയിട്ടുണ്ടായിരുന്നത്. എന്റെ പേരിൽ എന്തെങ്കിലും റൂമേഴ്സോ മറ്റോ ഒക്കെ വരുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ നിന്നെ ഡിവോഴ്സ് ഒന്നും ചെയ്യുന്നില്ല എന്നൊക്കെ സയോൺ പറയുമ്പോഴത്തേക്കും ഈ ഒരു കാരണം കൊണ്ടാണ് അവനും ഡിവോഴ്സ് ഒന്നും പറ്റുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊക്കെ അവളും ഓർക്കുന്നു. ഇപ്പോഴാകട്ടെ ബിയറൊക്കെ കുടിച്ചിട്ട് അതിന്റെ കുറച്ച് ഡ്രിങ്ക്സ് ഒക്കെ അവളുടെ ചുണ്ടിലൊക്കെ പറ്റിയിരിക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്ന സയോണും അതൊക്കെ തൂത്തു കൊടുക്കുന്നുണ്ട്. മാത്രമല്ല പ്രസിഡന്റിന്റെ ഓഫീസിലൊക്കെ ജോലിക്കായിട്ട് എത്തണമെന്നായിരുന്നു സയോണും അവളുടെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ അങ്ങനെ ജോലിക്കായിട്ട് വരികയാണെങ്കിൽ എപ്പോഴും സയോണിന്റെ കൂടെ തന്നെ അവൾ ഉണ്ടാകുന്നതായിരിക്കും. അവളുടെ പേരും അതുപോലെ തന്നെ ഫേസും എല്ലാവരും തന്നെ തിരിച്ചറിയുന്നതാണ്. സോ അതുകൊണ്ട് തന്നെ പിന്നീട് നിനക്ക് തന്നെ ആയിരിക്കും ഇതൊക്കെ കാരണം പ്രശ്നമൊക്കെ ഉണ്ടാകുന്നത്. മാത്രമല്ല ഒരാളുടെ മുഖത്തൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ അയാൾ എങ്ങനെയുള്ള വ്യക്തിയാണ്, അയാൾ എന്തായിരിക്കും ചിന്തിക്കുക എന്ന് പോലും എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുമെന്നൊക്കെ ഹീജു പറയുന്നതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും എന്റെ മുഖമൊക്കെ കണ്ടിട്ട് ഞാൻ എന്താണ് ചിന്തിക്കുന്നതെന്ന് നിനക്ക് പറയുവാനായിട്ട് സാധിക്കുമോ എന്നൊക്കെ സയണും അവളോട് ചോദിക്കുന്നു. ഒരു വ്യക്തിയാകട്ടെ നിന്നെ കിഡ്നാപ്പ് ചെയ്തു, എന്റെ ഓഫീസിൽ ബോംബൊക്കെ കൊണ്ടുവന്നിട്ടു, എന്നെക്കുറിച്ചും നിന്നെക്കുറിച്ചും ഒരുപാട് കാര്യങ്ങളൊക്കെ അവൻ അറിയാം. നമ്മൾ രണ്ടുപേരും സ്ട്രേഞ്ചേഴ്സിനെ പോലെയാണെന്നൊക്കെയാണ് അവൻ എന്നോട് പറഞ്ഞത്. പക്ഷെ അവൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണെങ്കിൽ പോലും അത് സത്യമല്ല എന്നൊക്കെ അവനെ എനിക്ക് തെളിയിക്കേണ്ടതായിട്ടുണ്ട്. നിനക്ക് ഞങ്ങളെക്കുറിച്ച് ഒന്നും തന്നെ അറിയിക്കുകയില്ല എന്നൊക്കെ അവന്റെ അടുത്തും അറിയിക്കേണ്ടതായിട്ടുണ്ട് എന്നൊക്കെ ആയിരുന്നു സയോണും പറയുന്നത്. സയോണും നേരെ ചെന്നിട്ട് അവളുടെ കട്ടിലയിലൊക്കെ പോയി കിടക്കുകയാണ്. പക്ഷെ അവളാകട്ടെ കട്ടിലിൽ കിടക്കാതെയൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും വന്ന് കിടക്കുവാനായിട്ടൊക്കെ സയോണും പറയുന്നു. ഞാൻ എന്തെങ്കിലും ചെയ്താലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണോ നീയും ഇങ്ങനെ വരുവാനായിട്ട് മടിച്ചു നിൽക്കുന്നത്? അഥവാ ഞാൻ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ തന്നെ നിനക്കത് തടയുവാനായിട്ട് സാധിക്കുകയില്ല എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നീയും വരണ്ടെന്നൊക്കെ അവൻ പറയുമ്പോഴത്തേക്കും അതൊക്കെ കേട്ട് വാശി തോന്നിയിട്ടുണ്ടായിരുന്ന അവളും അവന്റെ ഒപ്പമൊക്കെ പോയി കിടക്കുകയാണ്. ആ കിഡ്നാപ്പർക്ക് എന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഓഫീസ് എവിടെയാണെന്ന് വരെ മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ഈ ഒരു വീട് അതൊരിക്കലും സേഫ് അല്ല. ഇന്ന് രാത്രിയെങ്കിലും നീ മനസമാധാനത്തോടെ കിടന്നൊന്ന് ഉറങ്ങിക്കോ. പിന്നെ അന്ന് കിഡ്നാപ്പ് ചെയ്ത ദിവസം നടന്ന കാര്യങ്ങളെല്ലാം തന്നെ നീ ഒരു ദുസ്വപ്നമായിട്ട് കണ്ടാൽ മതി. അന്ന് നടന്നതും കേട്ടതും എല്ലാം തന്നെ നീയും മറക്കണമെന്നൊക്കെ അവനും പറയുന്നു. അവളും കുറച്ചുനേരം അവനെ നോക്കിയൊക്കെ കിടന്നിട്ടാണ് ഉറങ്ങുന്നത്. ഇനി അവനാകട്ടെ അവളെ കണ്ണു തുറന്നു നോക്കി അവൾ ഉറങ്ങിയെന്നൊക്കെ മനസ്സിലായി കഴിയുമ്പോഴത്തേക്കും പതിയെ കട്ടിലിൽ നിന്നും ഇറങ്ങിയൊക്കെ പോകുന്നു. ഇനി പണ്ടത്തെ ഒരു സീനൊക്കെ കാണിക്കുകയാണ്. ഹീജുവും കട്ടിലിൽ ബോധമില്ലാതെയൊക്കെ കിടക്കുന്ന സമയത്ത് അമ്മയാകട്ടെ അടുത്തിരുന്ന് കരയെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഹീജു ആകട്ടെ അമ്മയെന്നൊക്കെ വിളിച്ച് കണ്ണു തുറക്കുമ്പോഴത്തേക്കും നീ എന്തുകൊണ്ടാണ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്? നിനക്കും അപകടമൊക്കെ പറ്റിയതല്ലേ എന്നൊക്കെ ആയിരുന്നു അമ്മയും ചോദിക്കുന്നത്. കുഞ്ഞ് ഹീജു ആകട്ടെ അതൊക്കെ കേട്ടിട്ട് വല്ലാതെ വിഷമിച്ച് ഉറക്കെയൊക്കെ കരയുമ്പോഴത്തേക്കും അമ്മയാകട്ടെ അവളുടെ വായൊക്കെ പൊത്തുന്നു. നിലവിൽ അമ്മ വിവാഹമൊക്കെ കഴിച്ചിട്ടുള്ളത് ചെയർമാനാണല്ലോ. ചെയർമാന്റെ മകൾക്കാകട്ടെ ചെവി കേൾക്കത്തില്ല. മകനാകട്ടെ മരിച്ചും പോയി. അങ്ങനെ ഇരിക്കെ ഹീജുവിനൊന്നും തന്നെ സംഭവിച്ചില്ല എന്നൊക്കെ അറിയിക്കുകയാണെങ്കിൽ ചെയർമാൻ ആകെ നിരാശപ്പെടുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഇനി ജീവിതകാലം മുഴുവൻ നീ ഒരു ശബ്ദമൊക്കെ വേണ്ടെന്ന് വെക്കണം. ആരോട് നീ സംസാരിക്കുവാനായിട്ട് പോലും പാടില്ല എന്നൊക്കെ ആയിരുന്നു കുഞ്ഞ് ഹീജുവിന് അമ്മ പറഞ്ഞൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഹീജും അന്ന് നടന്ന ആ ഒരു സംഭവങ്ങളെല്ലാം തന്നെ സ്വപ്നം പോലെയൊക്കെ കാണുകയാണ്. ഇനി നമ്മുടെ സയോണും അതുപോലെ തന്നെ റിപ്പോർട്ടറായിട്ടുള്ള ജാങ്ങും കൂടി പ്രാക്ടീസ് ഒക്കെ ചെയ്യുകയാണ്. സയോണും തന്റെ ലൈഫിൽ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ ജാങ്ങിന്റെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും അത് സയോണിന്റെ ലൈഫിൽ നടന്നതാണെന്നുള്ള രീതിക്ക് ആയിരുന്നില്ല പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മറിച്ച് ഒരാളുടെ ലൈഫിൽ നടന്നു എന്ന രീതിക്ക് മാത്രമാണ് പറഞ്ഞത്. അവന്റെ കാര്യം ഇപ്പോൾ എന്തായി? അവനും വൈഫിനെ ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ജാങ് ചോദിക്കുമ്പോഴത്തേക്കും അവൻ അതിനെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും അവനെ കൊണ്ട് അതൊന്നും സാധിക്കുമായിരുന്നില്ല എന്നൊക്കെ സയോണും മറുപടി കൊടുക്കുന്നു. എന്തായാലും അവൻ അവന്റെ വൈഫിനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത്. അതുകൊണ്ടായിരിക്കാം അവനും അത് ചെക്ക് ചെയ്യുവാനായിട്ട് സാധിക്കാതിരുന്നതെന്നൊക്കെ ജാങ്ങും അറിയിക്കുന്നു.
ഇനി നമ്മുടെ ഹീജുവിന്റെ അച്ഛനെ ഒരു നേഴ്സ് വെളിയിലേക്കൊക്കെ ഇറക്കിക്കൊണ്ടൊക്കെ പോകുകയാണ്. മാത്രമല്ല ബ്ലാങ്കറ്റ് ഒക്കെ എടുക്കാനായിട്ട് മറന്നിട്ടുണ്ടായിരുന്ന നേഴ്സ് തിരിച്ചു പോകുന്ന സമയത്ത് നേരത്തെ മുതൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന കിഡ്നാപ്പർ ഉണ്ടല്ലോ, അയാളാകട്ടെ അച്ഛനെയും കൊണ്ടൊക്കെ പോകുകയാണ്. സയോണും ഒരു ഫംഗ്ഷനൊക്കെ പങ്കെടുക്കുകയായിരുന്നു. രാജ്യത്തിനു വേണ്ടി ജീവൻ അർപ്പിച്ചിട്ടുള്ള നാഷണൽ ഹീറോസിനെ സ്മരിക്കുന്ന ഒരു ചടങ്ങൊക്കെ ആയിരുന്നു അത്. കിഡ്നാപ്പറും അച്ഛന്റെ ഫോണിൽ നിന്നും ഹീജോനെ വീഡിയോ കോളൊക്കെ ചെയ്യുന്നു. അയാളുടെ മുഖം ഒന്നും കാണിക്കുന്നുണ്ടായിരുന്നില്ല. നീയല്ലേ ഇപ്പോൾ എന്റെ ഫോണൊക്കെ ഉപയോഗിക്കുന്നത്, അതിൽ നിന്നും നീ അവനെ കോളും ചെയ്യാറില്ലേ, എന്തിനാണ് നീ ആ ഒരു ഫോണൊക്കെ വെച്ചിട്ട് അവനെ കോൾ ചെയ്യുന്നതെന്നൊക്കെ കിഡ്നാപ്പർ ചോദിക്കുമ്പോഴത്തേക്കും ഡിവോഴ്സ് ഒക്കെ കിട്ടുവാനായിട്ടാണ് എന്ന് അവൾ മറുപടി കൊടുക്കുന്നു. അല്ലെങ്കിലും സൺ കൊള്ളില്ലാത്ത ഒരാളാണ്, അതുകൊണ്ട് തന്നെ നീ അവന്റെ കൂടെ ജീവിക്കേണ്ട യാതൊരു വിധത്തിലുള്ള കാര്യവുമില്ല. ഇപ്പോൾ നീ അവനെ കോൾ ചെയ്യുന്നത് പോലെ തന്നെ തുടർന്നും കോളൊക്കെ ചെയ്യണം. പക്ഷേ ഈ ഒരു കോൾ ഒന്നും തന്നെ നീ ഇടയ്ക്ക് വെച്ച് നിർത്തുവാനായിട്ട് പാടില്ല. തൽക്കാലത്തേക്ക് ഫോൺ നിന്റെ കയ്യിൽ തന്നെ ഇരുന്നോട്ടെ എന്നൊക്കെ അവനും പറയുകയാണ്. മാത്രമല്ല, അഥവാ അവളെങ്ങാനും ഫോൺ വിളിയൊക്കെ നിർത്തുകയാണെങ്കിൽ എന്ന് പറഞ്ഞിട്ട് കയ്യിലുണ്ടായിരുന്ന ഒരു തുണിയൊക്കെ മാറ്റി കാണിക്കുകയാണ് അയാളും. അതിനകത്താകട്ടെ ആരുടെ ഒരാളുടെ പല്ലുകളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ഒറ്റ നോട്ടത്തിലാകട്ടെ അത് അച്ഛന്റെ പല്ലുകളാണെന്നൊക്കെ വിചാരിക്കുന്ന അവളും ആകെ വിഷമിച്ചു പോകുന്നു. ഹീജു നേരെ ഹോസ്പിറ്റലിലേക്കൊക്കെ പോവുകയാണ്. അവിടെ എത്തി കഴിയുമ്പോഴത്തേക്കും പോലീസും മറ്റുമൊക്കെ അച്ഛന്റെ റൂമിന് വെളിയിലൊക്കെ നിൽപ്പുണ്ടായിരുന്നു. അച്ഛനും കാര്യമായിട്ടുള്ള കുഴപ്പങ്ങളൊന്നും തന്നെ ഇല്ല. മാത്രമല്ല, അച്ഛനെ കാണാതെയൊക്കെ കുറച്ചു നേരത്തേക്ക് പോയിട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നീടാകട്ടെ അച്ഛൻ ഒറ്റയ്ക്കൊക്കെ നിൽക്കുന്നതാണ് കണ്ടിട്ടുണ്ടായിരുന്നതെന്നൊക്കെയാണ് അവരും പറയുന്നത്. പക്ഷെ അച്ഛന്റെ അടുത്തു നിന്നും 4 പല്ലുകളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നെന്നും അത് അച്ഛന്റെ പല്ലുകൾ അല്ല എന്നുമൊക്കെ പോലീസും അവളെ അറിയിക്കുന്നൊക്കെയുണ്ട്. ഇനി അച്ഛനും കണ്ണു തുറക്കുന്ന സമയത്താകട്ടെ അച്ഛൻ അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവനെ തുടർച്ചയായിട്ടൊക്കെ കോൾ ചെയ്യണം ചേച്ചി എന്നായിരുന്നു. ഇതേ കാര്യങ്ങൾ തന്നെ ആയിരുന്നു കിഡ്നാപ്പറും കോൾ ചെയ്തപ്പോഴത്തേക്കും അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവളും മൊത്തത്തിൽ ഇതൊക്കെ കേട്ട് ആകെ ഷോക്ഡ് ആയിട്ട് തലചുറ്റിയൊക്കെ വീഴുകയാണ്. പോലീസിനും ഈ ഒരു കാര്യമൊക്കെ കേസാക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. സോ പോലീസ് ആകട്ടെ അവളെയും കൂട്ടിക്കൊണ്ടൊക്കെ പോകുമ്പോഴത്തേക്കും എല്ലാ കാര്യങ്ങളും ആലോചിച്ചു നോക്കുന്ന അവൾക്ക് മൊത്തത്തിൽ ഛർദ്ദിക്കുവാനൊക്കെ തോന്നിയിട്ട് വണ്ടിയിൽ നിന്നും ഇറങ്ങി വെളിയിലൊക്കെ പോയി ഛർദ്ദിക്കുകയാണ്. ഞാൻ വീണ്ടും വീണ്ടും മണ്ടിയായിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ ലൈഫ് ഒന്ന് നേരെയാക്കുവാൻ സാധിക്കുമെന്നൊക്കെയായിരുന്നു ഞാൻ വിചാരിച്ചതെങ്കിൽ പോലും എന്നെ കൊണ്ട് ഒന്നിനും സാധിക്കുന്നില്ല. ഈ ലോകത്തുള്ള ആരും തന്നെ എന്റെ ഒപ്പം ഇല്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അവളെ കരയുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ അവിടേക്ക് ഒരു വണ്ടിയൊക്കെ കടന്നു വരികയാണ്. വണ്ടിയുടെ ചുറ്റുമാകട്ടെ പോലീസിന്റെ അകമ്പടിയൊക്കെ ഉണ്ടായിരുന്നു. ഇത് കണ്ടിട്ട് അവളുടെ കൂടെ ഉണ്ടായിരുന്ന പോലീസ് വരെ ഷോക്ഡ് ആയിട്ട് നിൽക്കുകയാണ്. എന്തായാലും പിന്നിലുണ്ടായിരുന്ന കാറിൽ നിന്നും നേരെ ഇറങ്ങി വരുന്നത് സയോണാണ്. സയോണും പോലീസിന്റെ അടുത്ത് പൊയ്ക്കോളുവാനായിട്ടൊക്കെ പറയുന്നു. എന്തായാലും പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ടൊക്കെ കൊടുക്കണമല്ലോ, അത് ഞാൻ തന്നെ വന്ന് ചെയ്യിച്ചോളാം എന്നൊക്കെയാണ് അവനും പറയുന്നത്. പക്ഷെ അങ്ങനെ വെറുതെ പോകുവാനായിട്ട് പോലീസിന് സാധിക്കുകയില്ലല്ലോ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഹീജുവിന്റെ ആരാണെന്നൊക്കെ പോലീസും അവനോട് ചോദിക്കുന്നു. ഞങ്ങൾ ഒരു ഫാമിലിയാണ്, ഇത് എന്റെ വൈഫാണെന്നൊക്കെ പറഞ്ഞിട്ട് നിലത്തിരുന്നിട്ടുണ്ടായിരുന്ന ഹീജുവിനെയും സയോൺ എണീപ്പിച്ചൊക്കെ നിർത്തുന്നു. ആ ഒരു സീനോട് കൂടി ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് ത്രിമയും കാണാം. ബൈ.